ഷിബു മീരാൻ, നിങ്ങളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ വി ഡി സതീശന്റെ ഒരു വാചകം ഇപ്പോൾ അവർ മതരാഷ്ട്രവാദം പറയുന്നില്ലല്ലോ, അവരുടെ ആലോചന തന്നെ ആ രൂപത്തിലല്ല എന്ന രൂപത്തിൽ പറഞ്ഞുപോയി, മാധ്യമങ്ങൾ ചോദിക്കുന്നു, അതിൽ നിന്നും ഒരു വാചകം പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് അതുമേൽ കയറി പിടിക്കുന്നില്ല. പിന്നീട് എല്ലാ ഘട്ടത്തിലും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന രൂപത്തിൽ വി ഡി സതീശൻ പറയുന്നു. ഇപ്പോൾ ലീഗ് നേതാക്കളായാലും പി കെ കുഞ്ഞാലിക്കുട്ടിയായാലും പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല, മറ്റൊരു സഖ്യവും ആലോചിച്ചിട്ടില്ല, അതിനൊരു സാധ്യതയുമില്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ്റെ ആ വാചകം വീടുകൾ തോറും പറയുമ്പോൾ ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞതുപോലെ ജനങ്ങളെ, അവിടുത്തെ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു പ്രതിരോധത്തിലാകുന്ന വിഷയമാണോ? സ്മൃതി, തീർച്ചയായും ഞാൻ സ്മൃതിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. 7 മണി മുതൽ 7:19 വരെ, മെയ് 25-ാം തീയതി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് വളരെ വിശദമായി ഇവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി മറുപടി പറഞ്ഞിട്ട് അന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് ഞാൻ ഉറപ്പായും സ്മൃതിയുടെ ഇപ്പോൾ സജീവമായി നടക്കുന്ന ഈ ചർച്ചയെ ചൂണ്ടിക്കാണിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോൾ മെയ് 25-ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സ്മൃതി ആദ്യഘട്ടം മുതൽ യഥാർത്ഥത്തിൽ ഈ ചാനലുകൾക്ക് മുൻപിൽ കാണിക്കുന്ന ആത്മവിശ്വാസമല്ല, CPM-ന് തന്ത്രങ്ങൾ പാളുകയായിരുന്നു. ഞങ്ങളുടെ കൺവെൻഷൻ നടന്ന അന്ന് ഇവർ അപകടം പിടിച്ചൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ലീഗ് എവിടെ എന്നായിരുന്നു. ലീഗ് കുറച്ച് സൈലന്റ് ആണല്ലോ എന്നൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നു. ഇത് ആദ്യമായിട്ടല്ല ഈ ചർച്ച ഉണ്ടാവും. നേരത്തെ ഈ വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ നിങ്ങൾ 3ാമതൊരു സീറ്റ് തന്നിട്ട് കോൺഗ്രസ് ചോദിച്ചിട്ട് കോൺഗ്രസ് തന്നില്ലല്ലോ, നിങ്ങൾ വേണമെങ്കിൽ കോൺഗ്രസിനെ ഒന്ന് തിരിച്ചു ചതിച്ചേക്കൂ, കോൺഗ്രസ് നിങ്ങളെ ചതിച്ചതുകൊണ്ട് തിരിച്ചു ചതിച്ചേക്കൂ എന്ന് ഇടതുപക്ഷത്ത് നിന്ന് തവനൂർ MLA യുടെ ഒരു ഉപദേശം അന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഞങ്ങൾ അതിനന്ന് നേർക്ക് നേരെ ലീഗ് മറുപടി പറയാൻ പോയില്ല. പക്ഷെ ഞങ്ങൾ ഈ ലൂസിഫർ സിനിമയിലെ വർമ്മസാറ് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ഒരു ഉപദേശം കൊടുത്തപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി കൊടുത്ത മറുപടിയാവും ഈ സാഹചര്യത്തിൽ താങ്കൾക്ക് യോജിക്കുക എന്ന് പറഞ്ഞിട്ടാണ് വടകരയിൽ ഞങ്ങൾ ഷാഫിയോടൊപ്പം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങിയത്. വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തോളിലേറ്റി ഇന്ദ്രപ്രസ്ഥത്തിൽ പാർലമെന്റിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടാണ് ഞങ്ങൾ അന്ന് വിശ്രമിച്ചത്. ഇവിടെയും ഹജ്ജിന് പോയ സാദിഖലി തങ്ങളെ കാണാതായപ്പോൾ അനാവശ്യമായൊരു ചർച്ച CPM തുടങ്ങി വെച്ചു. ഞങ്ങൾ അതിന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. ആര്യാടൻ ഷൗക്കത്ത് കേരളത്തിന്റെ നിയമസഭ കാണും എന്ന് ഉറപ്പാക്കും മട്ടിൽ കൂടെ നിന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുക എന്ന ഞങ്ങളുടെ ഒരു കൂറുണ്ടല്ലോ, ഞങ്ങളുടെ ലെഗസി, അതിനെ തൊട്ട് കളിച്ചതിന് CPM-ന് ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ നന്നായി മറുപടി കൊടുത്തിട്ടുണ്ട്. അത് 23-ാം തീയതി പ്രതിഫലിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തതിന് CPM-ഉം LDF-ഉം 23-ന് പശ്ചാത്തപിക്കും. 1. 2 ഇപ്പോൾ വിവാദമായ ഈ വിഷയത്തിലേക്ക് വരും. അദ്ദേഹം ഇപ്പോൾ കഷ്ടപ്പെട്ട് വായിച്ചത് സ്മൃതി 92-ലെ പ്രബോധനം വാരികയാണല്ലോ. 92-ൽ അതിന് വല്ലാതെ വൈകാതെയാണ് ബാബറി മസ്ജിദ് തകർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടി പിളരുന്നത്. അന്ന് PM അബൂബക്കർ ഞങ്ങളുടെ MLA ആയിരുന്നു ഗുരുവായൂർ. പക്ഷെ അദ്ദേഹം സുലൈമാൻ സൈഡ് സാഹിബിന്റെ ILന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. അന്ന് ഈ 50-ാം വാർഷികം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. ഈ പ്രബോധനം ഇറങ്ങി ഇപ്പോൾ വായിച്ച പ്രബോധനത്തിന്റെ കോപ്പി പുറത്തു വന്നിട്ടും അധികമായിട്ടില്ല. ആ തെരഞ്ഞെടുപ്പിൽ അബ്ദുസ്സമദ് സമദാനിയും കുഞ്ഞു മുഹമ്മദും മുഖാമുഖം നിൽക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇവർ വാങ്ങിയിട്ടുണ്ട്. അന്നും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്. പിന്നീട് ഇങ്ങോട്ട് പോന്നാൽ ഞാനിപ്പോൾ ഒരു ഫോട്ടോയും സ്മൃതിക്ക് അയച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് ഇങ്ങോട്ട് വോട്ട് തന്നതല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് വോട്ട് ചോദിച്ചു പോയിട്ടുണ്ടോ? 2019 സ്മൃതി കോയമ്പത്തൂരിൽ നിന്ന് മത്സരിച്ച CPM-ന്റെ സ്ഥാനാർത്ഥി PT നടരാജൻ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ അങ്ങോട്ട് പോയത്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ അങ്ങോട്ട് പോയത്, രണ്ടും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും ഉണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. 6 മാസം മുൻപ് ഞാൻ സ്മൃതിക്ക് അത് അയച്ചു തന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഞങ്ങളുടെ ചാനൽ പ്രതികൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ സ്മൃതിക്ക് അത് അയച്ചു തന്നിട്ടുണ്ട്. ഇനി അത് അയച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ കാണുന്ന ആളുകൾക്ക് ഉളുപ്പില്ലെങ്കിലും അയക്കുന്ന ഞങ്ങൾക്ക് ഒരു ഉളുപ്പ് വേണമല്ലോ സ്മൃതി. ഇത് അപ്പോഴത്തെ കഥ. ഇനി പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ സ്മൃതി, ഞാൻ പറയുന്നു, പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ തരാതരം പോലെ വെൽഫെയർ പാർട്ടിയുടെയും അതേപോലെ തന്നെ ജമാഅത്തിന്റെയും വോട്ട് വാങ്ങിയവരെ ഇവര്. ആ പാർട്ടി ഉണ്ടായത് 2010-ലോ 2011-ലോ മറ്റോ ആണ്. 2015 ഒറ്റ ഉദാഹരണം. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി കൂട്ടിലങ്ങാടി പഞ്ചായത്ത് എപ്പോഴാണ് ഇവരിപ്പോ സഖ്യം എന്ന വാക്കാണല്ലോ സ്മൃതി ഉപയോഗിക്കുക. എപ്പോഴാണ് സഖ്യം ഉണ്ടാവുന്നത്? നമ്മൾ ഒരുമിച്ച് മത്സരിക്കുന്നു അല്ലേ? കിട്ടുന്ന സ്ഥാനമാനങ്ങൾ നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കുന്നു. കൂട്ടിലങ്ങാടി പഞ്ചായത്തിന്റെ 2015 മുതൽ 20 വരെയുള്ള പ്രസിഡന്റിന്റെ പേര് VP സുഹ്റാബി, അവർ CPM സ്ഥാനാർത്ഥി. വൈസ് പ്രസിഡന്റ് ഏലച്ചോൽ ഹംസ, ആ പഞ്ചായത്തിന്റെ 17-ാം വാർഡിൽ നിന്ന് വിജയിച്ചു വന്ന വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. 5 വർഷവും ആ സഖ്യം തുടർന്നു മാത്രമല്ല, വെൽഫെയർ പാർട്ടിയുടെ 2ാമത്തെ മെമ്പർ VP സഹീർ, അദ്ദേഹം 5 വർഷവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തുടർന്നു. ഇത് പഞ്ചായത്തിന്റെ കഥ. ഇനി കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി 4 അംഗങ്ങളാണ് ലോക്സഭയിൽ
ഇപ്പോൾ CPM-നുള്ളത്. അതിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ഈ രാധാകൃഷ്ണനെ ഒഴിവാക്കിയാൽ തമിഴ്നാട്ടിലെ 2 MP-മാർ, രാജസ്ഥാനിലെ അമ്രാറാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഇതേ മതരാഷ്ട്രവാദികളുടെ എന്ന് പറഞ്ഞാൽ 4-ൽ 1 4-ൽ 3 ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങി വിജയിച്ചു വന്നവരാണ്. ഈ ആക്രമണത്തിന് ഇങ്ങനെ നേതൃത്വം കൊടുത്തിട്ട് പെഹൽഗാം ഭീകരാക്രമണത്തെ പോലും ജമാഅത്തെ ഇസ്ലാമി അപലപിച്ചില്ല എന്ന് പറയുന്ന ഗോവിന്ദൻ മാഷിന്റെ കൗണ്ടർ പാർട്ട് ഉണ്ടല്ലോ, സഖാവ് മുഹമ്മദ് സലീം, ഇവിടെ പശ്ചിമ ബംഗാളിലെ പാർട്ടി സെക്രട്ടറി, അദ്ദേഹം മുർഷിദാബാദിൽ മത്സരിക്കുമ്പോൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് അദ്ദേഹത്തിനാണ് കിട്ടിയത്. ഞാൻ ഒന്ന് ഉറപ്പിച്ച് പറയാം, ഇന്നലകളിൽ ഇവർ ജമാഅത്തിന്റെയും വെൽഫെയറിന്റെയും വോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് കിട്ടാത്തത് കൊണ്ട് അവർക്കത് പുളിക്കുന്നു. ശരി, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ടല്ലോ ഷിബു മീരാൻ, ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും എടുത്തിരുന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിരുന്നു. ഈ പറയുന്നത് പോലെ പഴയ ബൈറ്റുകൾ തെരഞ്ഞു പോകുമ്പോൾ അതിശക്തമായി ഈ 2 നേതാക്കളും അച്ഛനും മകനും പറഞ്ഞിരുന്ന പ്രതികരണങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പിന്തുണയായി സ്വീകരിക്കപ്പെടുക, അല്ലെങ്കിൽ പിന്തുണയായി വരുമോ യഥാർത്ഥത്തിൽ? സ്മൃതി, ഞാൻ ആ ചോദ്യത്തിന് നേർക്കുനേരെ ഉത്തരം പറയാം. ഇവിടെ ആര്യാടൻ മുഹമ്മദ്, ആര്യാടൻ ഷൗക്കത്ത്, UDF-ന്റെ കഴിഞ്ഞ കാലത്തെ നേതാക്കന്മാർ, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോട് എടുത്തിട്ടുള്ള സമീപനത്തിൽ ഞങ്ങൾ ഈ നിമിഷം ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അങ്ങനെ സ്മൃതി വിചാരിക്കുകയേ വേണ്ട. ഞങ്ങൾ പിന്തുണ സ്വീകരിക്കുന്നത് വെൽഫെയർ പാർട്ടി എന്ന പാർട്ടിയോടാണ്. അതൊരു നിരുപാധിക പിന്തുണയാണ്. ഒരു അജണ്ടയും അതിന്റെ മുകളിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. അല്ലാതെ ഇവര് ഒരു ഭാഗത്തുനിന്ന് ജമാഅത്തിന്റെ വാങ്ങുക, മറുഭാഗത്തുനിന്ന് മറ്റേ സ്വാമി ഉണ്ടല്ലോ, എന്താണ് സ്വാമി ദത്താത്രേയ, പിന്നെ സായി സ്വരൂപ, ആ മനുഷ്യൻ വന്ന് പിന്തുണയ്ക്കുമ്പോൾ അതും വാങ്ങുക. ഇതൊക്കെ ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നതിന്റെ വോട്ട് തരാതരം പോലെ സ്വീകരിച്ചത് അവരാണ്. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നിരുപാധിക പിന്തുണയാണ്. ഞങ്ങളുടെ ഒരു അജണ്ടയെ, ഒരു തീരുമാനത്തെ ഇവർക്ക് ആർക്കും സ്വാധീനിക്കാവുന്ന ഒരു ചർച്ചയും ഞങ്ങൾ ഇവരോട് നടത്തിയിട്ടില്ല. ഇവരങ്ങനെയാണോ? അവർ വമ്പിച്ച് ഇന്നും റിപ്പോർട്ടറിന്റെ നിലമ്പൂർ എക്സ്പ്രസ് എന്ന പരിപാടിയിൽ A റഹീം എന്ന് പറയുന്ന CPM-ന്റെ നേതാവ്, അദ്ദേഹം ഇന്ന് ആ ബസ്സിനകത്തിരുന്ന് പറയാണ്, ഇവർ സാമ്രാജ്യത്വ വിരുദ്ധരായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, അവർ വമ്പിച്ച സാമ്രാജ്യത്വ വിരുദ്ധരാണെന്നും ലെഫ്റ്റ് മുസ്ലിം പൊളിറ്റിക്സിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് അവരെ പർവ്വതീകരിക്കാനെന്ന് ഈ നിമിഷവും ഞങ്ങളില്ല സ്മൃതി. ഞങ്ങളുടെ നിലപാടുകളെ എവിടെയും അടിയറ വെച്ചിട്ടല്ല ഈ പിന്തുണ സ്വീകരിക്കുന്നത്. അതൊരു നിരുപാധിക പിന്തുണയാണ് എന്ന് സ്മൃതി മനസ്സിലാക്കി. ഇനി ചോദ്യങ്ങളാണെങ്കിൽ സ്മൃതി, ഒരു ചോദ്യം എനിക്ക് CPM-ന്റെ പ്രതിയോട് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം ഞാൻ അതോട് ചോദിച്ചു നിർത്തിയേക്കാം. 2014 മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം NCPയുടെ മഹാരാഷ്ട്ര ഘടകം ശരത് പവാറിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ BJP മന്ത്രിസഭയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് സിറിയക് ജോൺ, AC ഷൺമുഖദാസ്, AK ശശീന്ദ്രൻ ഇവരായിരുന്നു കേരളത്തിലെ NCP ഘടകത്തിന്റെ നേതാക്കന്മാർ. സ്മൃതിക്ക് വേണമെങ്കിൽ ആ ചിത്രം ഞാൻ അയച്ചു തരാം. 2014 ആ പിന്തുണ കൊടുത്തതിന്റെ പേരിൽ ഇടതുമുന്നണി യോഗത്തിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഫോട്ടോ, അവർ ഈ പിന്തുണ നിലനിൽക്കുന്നിടത്തോളം NCPയെ ഇടതുമുന്നണിയിൽ ഉൾപ്പെടുത്തില്ല എന്ന് VS അച്യുതാനന്ദൻ അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്മൃതിക്ക് അയച്ചു തരാം. ഈ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പിന്തുണ പോട്ടെ, ഇവിടുത്തെ ഒരു മന്ത്രി ഉണ്ടല്ലോ, ആ മന്ത്രിയുടെ ദേശീയ നേതാവ്, കർണാടകയിലെ നേതാവ്, കേന്ദ്രത്തിൽ മോഡി മന്ത്രിസഭയിൽ അംഗമാണ്. 1 വർഷമായല്ലോ ഇപ്പൊ മോദി മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട്. ഇതുവരെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായോ? കേന്ദ്രത്തിൽ ഡൽഹിയിൽ മോദിയുടെ മന്ത്രിസഭയിൽ അധികാരം പങ്കുവെക്കുന്ന നിങ്ങൾ ഇവിടെ എന്റെ മന്ത്രിസഭയിൽ ഇരിക്കണ്ട എന്ന് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമെങ്കിലും പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? 1. 2, പെഹൽഗാം ഭീകരാക്രമണത്തെ പോലും അപലപിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി ജയിച്ച നിങ്ങളുടെ 3 MP-മാർ ഈ രാത്രി രാജിവെക്കുവോ? അതിന് മറുപടി പറഞ്ഞിട്ട് മതി നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരും പറഞ്ഞ് മറ്റുള്ളവരുടെ പുറത്ത് ആദ്യം അവരവർക്ക് കിട്ടിയ വോട്ടിന്റെ പേരിലുള്ള അധികാര സ്ഥാനം രാജിവെക്കുക നിങ്ങൾ. എന്നിട്ടല്ലേ ഇനി കിട്ടാൻ പോകുന്ന വോട്ടിന്റെ പേരിൽ നിങ്ങൾ ചർച്ച നടത്തുന്നത്. ഇപ്പോൾ 7 മാസം കൊണ്ട് 3 വികസന പദ്ധതികൾ നടപ്പാക്കി കാണിക്കാം എന്നുള്ള വാഗ്ദാനമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വർഗീയത തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുന്നു. പക്ഷേ മറ്റു നേതാക്കളിൽ നിന്ന് അത്തരം പ്രതികരണങ്ങളല്ല വരുന്നത്. Debate with Smriti Parathikkad.